പുയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പുയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. എന്നെ വരുന്ന ഓരോ ഫാമിലിയും അവർ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും അവർക്കില്ല. മനസ്സമാധാനമായിട്ടിരിക്കണം, സന്തോഷമായിട്ട് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ജീവിക്കണം. അതിനുവേണ്ടി അവർ ഒരുപാട് വർഷം ജോലികൾ ചെയ്തു, പലതരത്തിലുള്ള ബിസിനസ് മേഖലകളുമായി ബന്ധപ്പെട്ടു മുന്നോട്ട് പോയി, പലതരത്തിലുള്ള തീരുമാനങ്ങളുമായി പോയി. നല്ലൊരു കുടുംബജീവിതം തന്നെയാണ് ഏതൊരു സാധാരണ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് വളരെ സമാധാനമായിട്ട് നമുക്ക് ആരെയും ഉപദ്രവിക്കേണ്ട, ആരോടും നമുക്ക് പിണക്കങ്ങളോ ദേഷ്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കണം, നല്ല രീതിയിലേക്ക് ആവണം. അതിനുവേണ്ടി നമ്മൾ പഠിക്കുന്നു, പഠിച്ച രീതികളിലുള്ള ജോലികൾക്ക് നോക്കുന്നു, അങ്ങനെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. എല്ലാവരും ആ ഒരു പാറ്റേണിൽ പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇന്ന് അവരൊരുപാട് പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ എത്തുമ്പോഴായിരിക്കാം നമ്മൾ ഇത്രയധികം ഹാർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടൊരു പുരോഗതി ഉണ്ടായില്ല എന്നൊരു തോട്ട് പ്രോസസ്സിലേക്ക് അവർ വരുന്നത്. അതിനു മുമ്പ് ചെറുപ്പത്തിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പല കാര്യങ്ങൾ അംഗീകരിക്കാത്തതുപോലെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ ചെറുപ്പക്കാർ തന്നെയാണ് പിന്നീട് മുതിർന്നവരായിട്ട് മാറുന്നതും. ജീവിതാനുഭവങ്ങളുടെ കൈപ്പേറിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അവർ അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരും. അപ്പം എൻ്റെ അടുത്തൊരു സുഹൃത്ത് വന്ന് ചോദിക്കുകയാണ്, ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ? അപ്പം ഞാൻ ആളെൻ്റെ അടുത്ത് വന്നു. ഞാൻ ആളുടെ രാശി നോക്കി സ്വാമിയുടെ ഒരു കൽപ്പന എടുത്തു. എനിക്ക് ആളെ സ്പർശിച്ചപ്പോൾ ആളുടെ ഓറയുമായിട്ടും ആളുടെ ചക്രാസുമായിട്ടുള്ള ഭയങ്കരമായ ഇംബാലൻസുകളൊക്കെയും കണ്ടു. പക്ഷെ ആരെയും ഉപദ്രവിക്കുന്നില്ല. ആളുടെ അറിവിൽ ആൾക്ക് ആരാണ് ശത്രു എന്നുള്ളതില്ല. പക്ഷെ ഭയങ്കരമായ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് അവിടെ നമ്മൾ കണ്ടു. ഇത്രയൊക്കെ ആയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ഹോമപൂജകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലാണ് നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ ആൾക്ക് സാമ്പത്തികം, അതിന് വേണ്ടിയിട്ട് ഒരു സാമ്പത്തികം ചിലവാക്കാൻ അതിൻ്റെ ചിലവെടുക്കാനും തയ്യാറായിരുന്നു. പക്ഷെ ആളുടെ സംശയം, ഇതെനിക്കിങ്ങനെ ദോഷമുണ്ട് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും ചെയ്തു വന്നിട്ടുള്ളതാണ്. എനിക്ക് ഒരുപാട് കുറവുകൾ പല സ്ഥലത്തുനിന്ന് ചെയ്തതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നല്ല രീതിയിൽ പോകണം. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടത് കാരണം ഞാൻ വന്നതാണ്. എന്തുകൊണ്ടാണിത് വരണേ എന്നുള്ളതാണ് ആളുടെ മെയിനായിട്ടുള്ളൊരു സംശയമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ എന്നതാണ് ആൾ ചോദിക്കുന്നത് എൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഓപ്പണായിട്ട് ആളോട് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദുർമന്ത്രവാദം, അല്ലെങ്കിൽ ഈ പറയണ ആഭിചാരകർമ്മം, അല്ലെങ്കിൽ കൂടോത്രം, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിനെ കോമൺ ആയിട്ട് ആൾക്കാർ പറഞ്ഞു വരുന്ന പല വേടുകൾ, വശം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ സുഹൃത്തിനോട് പറഞ്ഞ കാര്യം, അത് ഉണ്ടോ ഇല്ലയേ എന്നുള്ളതിന് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു മകളുണ്ട്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണത്. ആളെ ചെറുപ്പം മുതൽ എടുത്തു വളർത്തി, അച്ഛൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഒക്കത്ത് കൊണ്ടിടക്കുക. അച്ഛനാണ് ശരിക്കും അമ്മയെക്കാളും കൂടുതൽ അവളെ നോക്കുകയും, മകനും അല്ലെങ്കിൽ മകളും എന്ന് പറയുന്ന പോലെ ചിലർക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ മകളോടായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു മകളെടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയും ആളെ നന്നായി പഠിപ്പിക്കുകയും, നല്ല സുന്ദരിക്കുട്ടിയായിട്ടുള്ള മകള് ഒരു 10-20 വയസ്സെത്തിയപ്പോൾ ആൾക്ക് സ്വന്തമായിട്ടൊരു കരിയർ വരികയും, അതിനുശേഷം ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആളെ കല്യാണം കഴിക്കുന്നതായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും, അതിനെ അച്ഛന് പൂർണ്ണമായിട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഒരു അകൽച്ചയിലേക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്നൊരവസ്ഥയിൽ മകളുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആൾ നോക്കുന്നില്ല, അച്ഛൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മകളും ചിന്തിക്കുന്നില്ല. ഇങ്ങനെ അവർ ഒരു വർഷക്കാലമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളില്ല. ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എല്ലാ ദിവസവും മകളെക്കുറിച്ച് ഓർമ്മകൾ വരുന്നു. രാത്രികളിൽ ഭയങ്കരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എന്താണെന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. മകളെക്കുറിച്ചൊക്കെ ഭയങ്കര ഓർമ്മകളൊക്കെ വരുന്നുണ്ട്, ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെയുള്ള രീതികളിൽ വരുന്നു. സ്വപ്നം കാണുന്ന ആൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു, ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ. എന്താണെന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. ആളെല്ലാ ശാരീരികമായിട്ടുള്ള ഇനി വല്ല ഷുഗറിൻ്റെയോ പ്രഷറിൻ്റെയൊക്കെ കുറവുകൊണ്ടാണോ അങ്ങനെയൊക്കെ ആണെന്നുള്ളതൊക്കെ ആൾ കറക്റ്റായി മെഡിക്കേഷനൊക്കെ പോകുന്നു. പക്ഷെ ആൾ ഹെൽത്തിയാണ്, വേറെ ഇഷ്യൂസ് ഇല്ല. പക്ഷെ ആൾക്കൊരു മാനസികപരമായിട്ട് ഭയങ്കരമായൊരു ബുദ്ധിമുട്ട്.
അപ്പോൾ ഒരു അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ വളരെ അടുത്തൊരു സുഹൃത്ത് ആളെ വിളിക്കുകയും നിങ്ങളുടെ മകൾക്ക് അവരുടെ ഇപ്പോഴത്തെ കല്യാണ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ പ്രശ്നത്തിലും മകൾ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള ഒരു ന്യൂസാണ് കേൾക്കുന്നത്. അപ്പൊ ആ സമയത്ത് അത്രയും അടുത്ത് വളർത്തിയിരുന്ന, അത്രയും ഇഷ്ടമുണ്ടായിരുന്ന ആ മകൾ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും അവരുടെ കഷ്ടപ്പാടുകളും ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു തരത്തിലുള്ള പൂജാ പ്രോസസ്സുകളോ ഒന്നുമില്ലാതെ അത്രയും കണക്റ്റഡ് ആയിട്ട് അപ്പോൾ അവർ ആലോചിച്ചിട്ടുണ്ടാവും, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അച്ഛനാ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ, എൻ്റെ അച്ഛനുമായിട്ടുള്ള ആ ബന്ധത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആ മകള് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. അത് ഇവർ തമ്മിലുള്ള ഒരു യൂണിവേഴ്സൽ കണക്ടിവിറ്റിയിൽ ഇവരുടെ മനസ്സിനെയും ശാരീരികമായ കാര്യത്തെയും ഉറക്കത്തെയും അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയും ഇത് ബാധിക്കപ്പെടുന്നതായിട്ടുള്ള പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയെങ്കിൽ ഒരു പൂജാ പ്രോസസ്സിൽ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ തീവ്രമായിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ഉണ്ടാവണം, നല്ലതാവാം ചീത്തയാവാം, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ സങ്കല്പ രീതികളിൽ ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സുകൾ സംഭവിച്ചേക്കാം. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. നമുക്കറിയില്ലല്ലോ ആരാണ് ശത്രു ആരാണ് മിത്രം എന്ന്. എല്ലാവരോടും നമ്മൾ ചിരിച്ചു കളിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന ആളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ എനർജിയെ, നിങ്ങൾ അതുപോലെയുള്ള നെഗറ്റീവ് എനർജീസിനെ ഒരു സുരക്ഷിതത്വം എന്ന രീതിയിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ജീവിതത്തെ സംരക്ഷിക്കുക എന്താ ചെയ്യുക? നമ്മൾക്ക് വെയിലും മഴയും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട് പണിയണേ, അല്ലെങ്കിൽ നമ്മളെ വേറൊരു തരത്തിലുള്ള ഇഴജന്തുക്കളോ മറ്റേതോ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ് വീട് പണിത് അവിടെ ഡോറും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അതെന്താ? നമ്മളുടെ സെക്യൂരിറ്റി. അപ്പോൾ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് അതുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ പ്രൂഫിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ ഭയപ്പെടുത്തുന്നതായിരിക്കും. അതിനു വേണ്ടി നമ്മൾ അന്വേഷണങ്ങളോ കാര്യങ്ങൾ ചെയ്യേണ്ട. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആവുക, നമ്മൾ പ്രൊട്ടക്റ്റഡ് ആവുക എന്നുള്ളതാണ്. മാനസികപരമായിട്ടുള്ള നമ്മളുടെ ചിന്തകളെയും നമ്മുടെ കർമ്മങ്ങളെയും തടസ്സപ്പെടുത്താൻ പലതരത്തിലുള്ള ശക്തികൾക്ക് സാധ്യമെങ്കിൽ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കൈവിട്ടു പോയാൽ നമ്മൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് എന്തുകൊണ്ട് എന്ന രീതിയിൽ ഞാനും എൻ്റെ കുടുംബവും ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും ഇതിനൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണക്ടിവിറ്റി വരുന്നു എന്നും ഇതിനെന്തെങ്കിലും പൂജാ പ്രോസസ്സുകൾ എന്തുകൊണ്ട് വിഷ്ണുമായ സ്വാമി എന്തുകൊണ്ട് നമ്മൾ ഇതിനൊരു പ്രകൃതി ശക്തി ആക്കുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ പൂജകളൊക്കെ ചെയ്ത് നമുക്ക് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരെയും ഉപദ്രവിക്കണം എന്നില്ല, ആരോടും ഒന്നും ചെയ്യണം എന്നില്ല. നമ്മൾ നന്നായി ജീവിച്ചാൽ പോലും അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. നമ്മളുടെ കുടുംബമാണ് വലുത്. കുടുംബത്തെ സംരക്ഷിക്കൂ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും എല്ലാ രാത്രിയും സുഖമായിട്ട് ഉറങ്ങി സന്തോഷത്തോടെ എല്ലാ സ്വപ്നങ്ങളും നടന്നിട്ടുള്ള ആൾക്കാരായിട്ട് മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.